ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട് പാപത്തിന്റെ പടികുടിയിൽ പാപത്തിന്റെ ദാസന്മാരായി സ്വസ്ഥതയില്ലാതെ നിരാശാഭരിതരായി തകർന്ന് നാം നശിച്ചു പോകേണ്ട സമയത്ത് അവിടുന്ന് കരുണയുടെ നോട്ടം നോക്കി. സ്തോത്രം. അതുകൊണ്ടാണ് നമുക്ക് ഈ പദവി ലഭിച്ചത്. എന്നാൽ ദൈവത്തോടും ദൈവജനത്തോടും ദൈവകൃപയോടും ദൈവിക ശുശ്രൂഷയോടും ദൈവദാസന്മാരോടും ദൈവപ്രവൃത്തിയോടും എതിർത്തു നിൽക്കുന്നവനെ കരുണയുടെ നോട്ടമല്ല നോക്കുന്നത്, അത് കോപത്തിന്റെ നോട്ടമാണ്. അതിലെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച്. സ്തോത്രം. അവിടെ വായിക്കുന്ന പ്രഭാതയാമത്തിൽ എന്നാ. പ്രഭാതയാമം എന്ന് പറഞ്ഞാൽ ടൈം ഏതാ? രാവിലെ എന്ന് പറഞ്ഞാലൊന്നും ഞാൻ അംഗീകരിക്കുകയല്ല. പ്രഭാതയാമം സഹോദരിമാരാദ്യം പറയണം. കറക്റ്റ് ആണെങ്കിൽ പിന്നെ അവര് പറയണ്ട, കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ സഹോദരന്മാർ പാസ്റ്റർമാരും ഇപ്പൊ പറയരുത്. പ്രഭാതയാമം. സ്തോത്രം. പ്രഭാതയാമം. മൊത്തം എത്ര യാമങ്ങളാ സാധാരണ? എത്ര യാമോ? അതുകൊണ്ടിപ്പോ ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പാട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം. അത്രയും പാട്ടൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിലവിളിക്കാ നിങ്ങൾക്കറിയാം. നിങ്ങൾ മനഃപൂർവ്വം പാടാത്തതാ. പിന്നെ നിലവിളിക്കാ അറിയത്തില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പാട്ട്? സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത്ര നാൾ എന്നെ എടുക്കുക, എന്നോട് സത്യം പറ. നിലവിളിക്കാ എഴുന്നേറ്റു നിലവിളിക്കാ രാക്കാലങ്ങളിൽ. സ്തോത്രം. നിങ്ങൾ എല്ലാരും കൂടെ ഒത്തുകൊണ്ട് എന്നെ ഒതുക്കാൻ നോക്കുന്നതാ. അപ്പൊ പ്രഭാതയാമം. സ്തോത്രം. പ്രഭാതയാമം. യഹൂദനോട് ബന്ധപ്പെട്ട് യാമാരംഭം പഠിക്കുന്നത് ഒന്നാമത്തെ യാമം വൈകിട്ട് 6 തുടങ്ങും. ആദ്യത്തെ യാമം വൈകുന്നേരം 6, 3 മണിക്കൂറാകും ഒരു യാമം. 6 തുടങ്ങിയാൽ 9 അപ്പൊ 1-ാം യാമം. 2-ാം യാമം 9 മുതൽ ഉറക്കെ പറ 12 വരെ, അത് 2-ാം യാമം. 3-ാം യാമം 12 മുതൽ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുക ഈ ബടലത്തരമെല്ലാം വിളിച്ചു പോകുന്നു. 3-ാം യാമം 12 മുതൽ ഉറക്കെ പറ 3 മണി വരെ. 4-ാം യാമം അതിന് പ്രഭാതയാമം എന്നും പറയും. അപ്പൊ എത്ര മുതൽ എത്ര വരെ? വെളുപ്പിനെ 3 മുതൽ 6 വരെ. ചുരുക്കി പറഞ്ഞാൽ വെളുപ്പിനെ 3 ആയപ്പം ദൈവം ഒരു നോട്ടം നോക്കി. സ്തോത്രം. നമ്മള് ഈ രാവിലെ പാടുന്ന, നിങ്ങൾക്ക് രാവിലത്തെ പാട്ടുകൾ അറിയാമോ? നാളെ പാട്ട് പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. രാവിലെ പല പാട്ടുകൾ പാടും. രാവിലെ പാടുന്നില്ലല്ലോ ആരും. ഞങ്ങളൊക്കെ പാടുമ്പോൾ രാവിലെ പാടുന്ന പാട്ടില് ഒരു വരിയുണ്ട്. 4-ാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നു. 4-ാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ. യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ. 4-ാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നു. 4-ാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെളുപ്പിനെ 3 മണി
ചുരുക്കി പറഞ്ഞാൽ വെളുപ്പിനെ 3 മണിയായപ്പോൾ ദൈവം ഒരു നോട്ടം നോക്കി മിസ്രയീമിയ സൈന്യത്തെ. ഇവൻ 600 ഇരുമ്പരഥങ്ങളുമായിട്ടാ പുറകെ വന്നേ. സെലക്റ്റഡ് ആയിട്ടുള്ള 600, അങ്ങനെ 14-ാം അധ്യായത്തിൽ കിടക്കുന്നേ. സെലക്ട് ചെയ്ത ഒരു 600 ഇരുമ്പുരഥങ്ങൾ. വായിച്ചു. അല്ല, ഫറവോൻ പുറകെ വന്നപ്പം അവന്റെ സൈന്യത്തെ പറ്റി അവിടെ കണക്ക് കൊടുത്തിട്ടുണ്ട്. എത്രാം വാക്യമാ? അതാ വായി. പിന്നെ അവൻ രഥം കെട്ടിച്ച് പടച്ചനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രയീമിലെ സകല രഥങ്ങള്, വിശേഷപ്പെട്ട സെലക്റ്റഡ് ഒരു 600 രഥവും പിന്നെ മിസ്രയീമിലെ ബാക്കി രഥവും അവയ്ക്ക് വേണ്ടത് തേരാളികളെയും അപ്പൊ വിശേഷപ്പെട്ട 600 രഥങ്ങളും ബാക്കി മുഴുവൻ രഥങ്ങളും തേരാളികളും സകല സജ്ജീകരണമായിട്ടാ പുറപ്പെട്ടത് ദൈവജനത്തിന്റെ പിന്നാലെ. തമ്പുരാൻ ഇവര് ഇസ്രായേൽ മക്കൾ ചെങ്കടലിലോട്ട് ഇറങ്ങി മുമ്പോട്ട് പോകുന്നു. പുറകെ ഫറവോന്റെ സൈന്യവും ഇറങ്ങി. ഇസ്രായേൽ മക്കളെല്ലാം മറകര കയറിയപ്പോ തമ്പുരാൻ 3 മണിയായപ്പം മിസ്രയീമ സൈന്യത്തെ നോക്കി. വിശേഷപ്പെട്ട 600 ഇരുമ്പരഥങ്ങളും പിന്നെ തേരും കുതിരയും കുതിരപ്പടയാളികളും മുഴുവൻ. ഈ നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ സംഭവിച്ചതിനെ പറ്റി എഴുതിയിട്ടുണ്ട്. വായിച്ചേ അമ്മാമേ. പ്രഭാതയാമ 24-ാം വാക്യം. പ്രഭാതയാമത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോ ഇതെല്ലാം താറുമാറായി. പിന്നെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. സ്തോത്രം. ദൈവം തമ്പുരാൻ കരുണയുടെ നോട്ടമല്ല, കോപത്തിന്റെ നോട്ടമാണ്. ദീർഘവർഷങ്ങളായി ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ച വൈരിയെ തമ്പുരാൻ നോക്കി രഥത്തിന്റെ ഓട്ടം തെറ്റി, സ്പീഡ് കുറഞ്ഞു, കൂട്ടിമുട്ടി, കുഴഞ്ഞ് സകല എണ്ണത്തെ തകർത്തു. സ്തോത്രം, സ്തോത്രം. ഇവര് പുറകെ വന്നത് ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ള. അങ്ങനെ 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു. ഇനി അടുത്ത വാക്യം 9. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും എന്നൊക്കെ പറഞ്ഞാ പുറകെ വരുന്നത് ദൈവമക്കളുടെ പുറകെ. തമ്പുരാൻ പ്രഭാതയാമത്തിൽ നോക്കിയപ്പോ രഥത്തിന്റെ ഓട്ടവും തെറ്റി താറുമാറാക്കി. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നീ വിശ്വസ്തയോടെ പ്രമാണപ്രകാരം നിന്നാൽ നിന്നെ സംരക്ഷിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യ നിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ ഭീകരമാ ചെങ്കടലും മിസ്രയീം സൈന്യ നിരയും ഭീഷണിയാ മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോ യജ്ഞത്തിൻ മോക്ഷം ഉല്ലാസമോക്ഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാധന സേനയിൽ ധീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാധന സേനയിൽ ധീരനായി അഭയം താനവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ. കുഞ്ഞാട്ടിൽ നിന്നും കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. പാതാളമേ മരണമേ
ഓട്ടാതാൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ ഈ പ്രഭാതയാത്രയിൽ ദൈവം നോക്കി രഥത്തിന്റെ ഓട്ടം തെറ്റി. അക്കരെ കയറിയ ദൈവമക്കൾ പുറകോട്ട് നോക്കിയപ്പോൾ ചത്തു മലന്ന് കിടക്കുക സകലതും. ഈ കാഴ്ച കണ്ടാൽ ആരാ അടങ്ങിയിരിക്കുന്ന സഹോദരന്മാരെല്ലാം കൂടെ പാട്ട് പാടി. അതാ പുറപ്പാട് 15:1 മുതൽ പുറപ്പാട് 15:19 വരെ സഹോദരന്മാര് പാട്ട് പാടി. 20-ാമത്തെ വാക്യത്തിൽ മിരിയാൻ തപ്പടത്ത് നൃത്തം ചെയ്ത് പാട്ട് പാടി, കൂടെ സഹോദരൻ. അങ്ങനെ 20, 21 അങ്ങനെ ഇവര് പാട്ടുമൊക്കെ പാടി ഭയങ്കര സന്തോഷവും ഉല്ലാസവും ആർപ്പും. ഇവരുടെ പ്രകൃതി ഞാൻ പറഞ്ഞത്, ദൈവം തമ്പുരാൻ ഇവരെ കൊണ്ടുവന്നപ്പോൾ ഇവ സത്യം ചെയ്തില്ല, പൊറുതി മുട്ടാനുള്ളതിൻ്റെ ഒരു കാരണം വല്ലതും കിട്ടുകയാണെങ്കിൽ ഭയങ്കര തുള്ളലും ചാട്ടുമോ. എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത വന്നാൽ ഉടനെ തനിനിറം വെളിപ്പെടും. അപ്പൊ ചെങ്കടൽ കിടന്നപ്പോൾ പുറകോട്ട് നോക്കിയപ്പോൾ പറവോനും സൈന്യവും ചത്തു മലച്ച് കിടക്കും. ഉടനെ തന്നെ ഉണർവ്, ഭയങ്കര പാട്ടും പോണ്ടല്ലോ, സ്തോത്രം, ഭയങ്കര പാട്ടും ചാട്ടും. അത് കഴിഞ്ഞ് ഈ ശൂർ മരുഭൂമി വന്നു. അന്നേരം നേരെ പ്ലേറ്റ് തിരിച്ചു. 22 മുതൽ വായിച്ചേ, 15. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടന്ന് പ്രയാണം ചെയ്തവർ ശൂർ മരുഭൂമി ചെന്ന് 3 ദിവസം വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ സഞ്ചരിച്ചു. മാറയിലെത്തി. മാറയിൽ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞത് കയ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം, ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പുറപ്പെടുത്തവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ വൃക്ഷം കാണിച്ചു കൊടുത്തവൻ ഇത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തോന്നുന്നു. അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു. അവിടെ വെച്ച് അവനക്ക് ചട്ടവും പ്രമാണം കൊടുത്തതിൻ്റെ ദൈവമായ യഹോവയുടെ വാക്കുന്ന് ശ്രദ്ധയോടെ കേട്ടവന് പ്രസാദമുള്ളത് ചെയ്യുകയും സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തി യാതൊരു വ്യാധികളും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്ന. 27-ാം ഭാഗത്ത് പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരറും 70 ഈന്തപ്പനി ഉണ്ടായിരുന്നു. അവിടെ അവർ വെള്ളത്തിനിരിക്കെ പാളയം ഇറങ്ങിയെന്ന്. അപ്പൊ ഈ 15:1 മുതൽ 19 വരെ സഹോദരന്മാര് പാടി. 20, 21 വാക്യത്തിൽ സഹോദരിമാര് പാടി ഭയങ്കര ഉണർവ്. 22 വന്നപ്പോ നേരെ ശൂർ മരുഭൂമിയിൽ വെള്ളമില്ല. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാന് സഞ്ചരിച്ചു. 4-ാം പൊക്കം വെള്ളമുള്ള മാറയിലെത്തി. വെള്ളം ഉണ്ടെങ്കിലും കുടിക്കാനൊക്കുന്നില്ല, കയ്പ്. അതുകൊണ്ട് അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. മാറയിലെത്തിയാറേ മാറയിൽ വെള്ളം കുടിപ്പാൻ അവർക്ക് അല്ലല്ല, മാറയിലെത്തിയാറേ മാറയിലെ വെള്ളം അവർക്ക് കുടിപ്പാൻ പിറുപിറുത്തു. ഉടനെ പ്രശ്നം ഉണ്ടാക്കി. ചെങ്കടൽ കടന്ന ഉടനെ പ്രശ്നമായിരുന്നോ ആരാധന? നിങ്ങൾ പറ. ചെങ്കടൽ കടന്ന ഉടനെ പ്രൈസ് ആൻഡ് വർഷിപ്പ്. ചെങ്കടൽ കടന്ന ഉടനെ പ്രൈസ് ആൻഡ് വർഷിപ്പ്. അതിന് സെലക്റ്റഡ് ആയിട്ട് ഒരു 3-4 പേരെയും കൊണ്ടുവന്ന് അവരെല്ലാം കൊണ്ട് നിന്ന് ഭയങ്കര അങ്ങനെ ഇപ്പോഴത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പ്, നോൺ സ്റ്റോപ്പ് വർഷിപ്പ്, ഒരു നിയന്ത്രണവും ഇല്ല. നോൺ സ്റ്റോപ്പ് മനസ്സിലാകുന്നില്ലേ? ചെങ്കടൽ കടന്ന ഉടനെ ഭയങ്കര ആരാധന. മാറി വന്നപ്പം ആരാധനയും പാട്ടും നിർത്തി. പ്രശ്നമായി. പിന്നെ അതോടനെ പരിഹരിച്ച് എലീമി കൊണ്ടുവന്ന സമൃദ്ധി. 12 നീരറും 70 അവിടെ വെച്ച് സന്തോഷം. എലീം കഴിഞ്ഞ് പിന്നെ സീനിലോട്ട് വന്നു. സീനായി അതിന്റെ ഭാഗത്തേക്ക് വന്നപ്പോ പിന്നെ 16:1 സീൻ മരുഭൂമിയിൽ വന്നു. ആ മരുഭൂമിയിൽ വെച്ച് പിന്നെയും പ്രശ്നം. നിങ്ങൾ ഓർഡർ പഠിക്കണം. ചെങ്കടൽ കിടന്നപ്പം തപ്പെടുത്ത് നൃത്തം. ശൂറി വന്നപ്പം പ്രശ്നം. മാറേ വന്നപ്പോൾ വീണ്ടും പ്രശ്നം. അത് കഴിഞ്ഞപ്പോൾ എലീമി കൊണ്ടുവന്ന സമൃദ്ധി, സന്തോഷം. പിന്നാണ്ട് ഇപ്പൊ സീൻമരിവ് വന്ന് പിന്നെയും പ്രശ്നം. ദൈവം അങ്ങ് പൊറുതി മുട്ടി. അതുകൊണ്ടാണ് സത്യം ചെയ്തത്. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. അടുത്ത വാക്യം വായിച്ച ഞങ്ങള് അതാ ഇരിക്കേണ്ടിടത്തൊന്നും അല്ല ഇരിക്കേണ്ടത്. ചുമ്മാ പോയി ഇരിക്കുന്നേ ഉള്ളു. റജകാലത്തിന്റെ എങ്ങനുണ്ട് എന്ന് പറഞ്ഞാൽ ജീവിക്കണമെന്ന് യാതൊരു താല്പര്യവും. ചിലട്ട് സംസാരിച്ചപ്പോ എന്റെ ഭാഷ എനിക്ക് ജീവിക്കണമെന്ന് ഒരു താല്പര്യവും
ഇല്ല, ഞാൻ പിന്നെ കൊച്ചിനെ ഓർത്താ അതിനെ ആരുടെയും കയ്യിലൊന്ന് പിടിച്ചു കൊടുത്തേച്ച് എൻ്റെ കണ്ണൊന്ന്. ഇപ്പോഴത്തെ കൊച്ചുങ്ങളെ പിടിച്ചു കൊടുക്കണ്ട, അവർ തന്നെ പിടിച്ചോണ്ട് പൊക്കോളും. അവരെല്ലാം സെലക്ട് ചെയ്ത് നീ പിടിച്ചു കൊടുക്കാൻ ഇരിക്കുക. നല്ല ചേലായി. മറൈൻ ഡ്രൈവിലൊക്കെ പോയി നോക്കണം, അവർ തന്നെ കൈ പിടിച്ചോണ്ടതില്. ഞങ്ങൾ ഇങ്ങോട്ട് വണ്ടിയെ വന്നപ്പം പകലായിട്ട് ഈ കളി. എന്നാ സന്ധ്യ ആണേലും. പണ്ടൊക്കെ ഒരു പെൺകുട്ടി ഒരു പുരുഷനുമൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അടുത്ത് നിന്ന് വർത്താനം പറഞ്ഞു തന്നെ പേടിയാ. ആരെങ്കിലും കാണും. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇപ്പൊ നമ്മളിത് കണ്ടേച്ച് നമ്മൾ പെട്ടെന്ന് കണ്ണടച്ചേച്ച് പോകുന്നതായിരിക്കും. അതെ, കൊച്ചുങ്ങൾക്കൊന്നും യാതൊരു ഭയമോ. നമുക്കിപ്പോ ഒന്നും പറയാനും ഉടനെ തന്നെ കേസ് എടുക്കുക. അവരുടെ എന്തുവാ അതിന് പറയുന്നത്, വ്യക്തി സ്വാതന്ത്ര്യത്തെ പാസ്റ്റർ ഹനിക്കാനായിട്ട് പരിശ്രമിച്ചു. ഉടനെ ഒരു വകുപ്പ് കൂടെ 334 നമുക്ക് തന്നെ അന്ന് പോലും അന്തം വിടുക. സ്തോത്രം. അതുകൊണ്ട് കണ്ണടയുന്നതിന് മുന്നേ പിടിച്ചു കൊടുക്കാണ്ടിരിക്കാന്ന് പറയണ്ട, അവരതിൻ്റെ കാര്യങ്ങളെല്ലാം. പിന്നെ നിന്നോട് ഡേറ്റ് പറയുകയാന്നേ നീ ഭാഗ്യവാൻ. നിനക്ക് കൊച്ചുങ്ങൾ പറയാം മാർച്ച് 12 കല്യാണം, മമ്മിക്കും പപ്പായ്ക്കും സമയമുണ്ടെങ്കിൽ. അങ്ങനെ പിള്ളേർ പറയാന്നേ മഹാഭാഗ്യം. ഒന്നുമില്ല, കൊച്ചുങ്ങളുടെ കല്യാണത്തിന് കൂടാനെങ്കിലും. സ്തോത്രം. വല്ലാത്ത കാലമാണ്. ഇവരെന്നും പ്രശ്നമാണ്. ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരിക്കുകയാണ്. ചുമ്മാ അങ്ങ് പണ്ടപ്പരപ്പ് പറഞ്ഞങ്ങ് പ്രശ്നം. ദൈവം അങ്ങ് പൊറുതിമുട്ടി വരെ കൊണ്ട്. അന്നേരം തമ്പുരാൻ പറഞ്ഞ സമാധാനപ്പെടുന്നു പറഞ്ഞ് മന്ന കൊടുത്ത് 16:31 വായിച്ചു. 16:31 മന്ന. ഇസ്രായേലിൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻകൂട്ടി ചേർത്ത ദോശ കൊടുത്ത് രുചി. ഇത് സൂക്ഷിച്ചും വെക്കണം. അപ്പൊ പിന്നെ ഉണർവായി. മന്ന കിട്ടിയില്ലേ, മന്ന കൊടുത്തു. ഈ മന്ന കൊടുത്ത് മന്നയെല്ലാം ഭക്ഷിച്ച് ബലപ്പെട്ടു. അന്നേരം ഇവര് പിന്നെ രഭീതിമി വന്നു. അന്നേരം പിന്നെ ഉടക്ക് വായിച്ച് വായിക്കാൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം പ്രയാണങ്ങൾ രഫീദീമിലെത്തി പാളയം ഇറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് പിന്നെയും പ്രശ്നം. ഇവരുടെ സ്വഭാവമായി പറയുന്നത് രഭീതി വന്നോ പിന്നെ പ്രശ്നം, ഭയങ്കര പ്രശ്നം. പിന്നെ തമ്പുരാൻ ഉടനെ അത് എല്ലാം പരിഹരിച്ച് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് ഇവര് പിന്നെയും പ്രശ്നമായി. ഇവര് പ്രശ്നക്കാരാ. അവിടെ വന്ന പ്രശ്നം കഴിഞ്ഞ് പിന്നെ അത് പരിഹരിച്ച് അങ്ങോട്ട് പോയിട്ട് കഴിഞ്ഞപ്പോൾ ഇവര് പിന്നെ ഇറച്ചിക്ക് ബഹളം ഉണ്ടാക്കി. ഇറച്ചി തന്നില്ലേ കൊല്ലുവെന്നും പറഞ്ഞ് മോശയോട്. അന്നേരം മോശ ദൈവത്തോട് പറഞ്ഞ് ഇറച്ചി കൊടുത്തില്ല കൊല്ലുവെന്ന്. അമ്പരാൻ പറഞ്ഞു കൊടുത്തേക്കാം, ഇനിയിപ്പോൾ അതൊരു പ്രശ്നം വേണ്ട. രാത്രി കാറ്റടിപ്പിച്ചു, കടലിൽ കാറ്റടിപ്പിച്ചു. ദിവ്യാതന്റെ തല തകർത്തുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു എന്തു ആയിക്കോട്ടെ, കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് പാളകത്തിന് വേണ്ടി പറത്ത് നിർത്തി, ഒരു മട ഉയരത്ത് നിർത്തി, എത്തിപ്പിടിച്ച് ചിക്കി തിന്നാൻ പറഞ്ഞ് മുഴുവനും തിന്നു. ഇഷ്ടം പോലെ അങ്ങ് തിന്നുക. ചിലക്ക് ഇതിന് യാതൊരു കൺട്രോൾ ഇല്ലാത്തവരുണ്ട്. ഇത് കടലുമായിട്ട് ബന്ധമുണ്ടെന്ന പൊഴിയെന്നല്ലേ പറയുന്നത്. അല്ല, കടലുമായിട്ട് ബന്ധമുള്ള സ്ഥലം. ഒരുമാതിരിപ്പെട്ടതെല്ലാം പൊഴിയാ. ഇഷ്ടംപോലെ കാടപ്പക്ഷി ഇങ്ങനെ എത്തിപ്പിടിക്കുക, ചിക്കി തിന്നുക, എത്തിപ്പിടിക്കുക, ചിക്കി തിന്നുക, എത്തിപ്പിടിക്കുക, ചിക്കി തിന്നുക, എത്തിപ്പിടിക്കുക. ആ പുസ്തകത്തിൽ അങ്ങനെ എത്തിപ്പിടിച്ചു. അങ്ങനെ എഴുതി. ഇഷ്ടം പോലെ കൊടുത്തു. തിന്ന് തിന്ന് മൂക്കിക്കൂടെ ചാടി. വേറെ ഭാഗത്ത് ഓക്കാനം വന്നു. പക്ഷെ തിന്ന് ജീവിക്കുകയല്ല, തിന്ന് ചാകുകയായിരുന്നു. ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ബാധ വന്നു. കാരണം ഇവര് പ്രശ്നക്കാരെ മുഴുവൻ പ്രശ്നമായി വരും.
ഇന്നത്തെ ഭാഗമൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇങ്ങനെ ഇവര് പ്രശ്നമുണ്ടാക്കി. അതിനിടയ്ക്ക് ഇവര് സഭയിലും പ്രശ്നമുണ്ടാക്കി. മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് സഭ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നവന്മാര് പ്രശ്നം ഉണ്ടാക്കി ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുക. മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് കൂട്ടായ്മ കൂടിയെന്നല്ല എഴുതിയേക്കുന്നത്, കൂട്ടം കൂടിയെന്ന്. വായിച്ചേ സംഖ്യാപുസ്തകം 16 എടുത്ത്, സംഖ്യ 16. കൂട്ടായ്മ കൂടുകാരെന്നെങ്കിൽ ആട്ടെ, ഇവര് കൂട്ടായ്മ കൂടിയല്ലോ, നല്ല കാര്യം. ഇത് കൂട്ടായ്മയല്ല, കൂട്ടം കൂടിയെന്ന. സംഖ്യ 16 ഒന്ന് വായിര്. ഇല്ലേ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ, സംഖ്യ പുസ്തകം, അങ്ങനെ അതിന്റെ ഓർഡർ. വായിച്ചോ സഹോദരി, വായിര്. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസഖാരിന്റെ മകൻ, അപ്പൊ ലേവിയുടെ മകനാകുന്ന കെഹാത്തിന്റെ മകനാകുന്ന ഇസഖാരിന്റെ മകനാകുന്ന കോരക്, കുറഞ്ഞ പുള്ളിയല്ല, കോരക് നല്ല കനമുള്ളവനാ കോരക്. പിന്നെ ആ രൂപേൻ ഗോത്രത്തിൽ, അത് യാക്കോബിന്റെ ആദ്യത്തെ മകനാ രൂപൻ, ആദിജാതന. രൂപേൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ ദാദാൻ, സഭാപ്രധാനികളെ സംഘ സദസ്യന്മാരുമായ കൂട്ടം കൂടി. കൂട്ടായ്മ കൂടി എന്നല്ലല്ലോ, കൂട്ടം കൂടി. അതാ പ്രശ്നം ഉണ്ടാക്കുക. ഇവര് മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് കൂട്ടം കൂടി. എല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നേ ഗുണം വന്നേനെ. ഇത് പ്രാർത്ഥിക്കുകയല്ല, കൂട്ടം കൂടി. ശുശ്രൂഷയ്ക്കെതിരെ ഭയങ്കര പ്രശ്നം. ഈ കൂട്ടം കൂടിയപ്പോ മോശ എന്തുവാ ചെയ്തത്? മോശ ഉടനെ അപ്പുറ കൂട്ടം കൂടിയെന്നാ. അങ്ങനെയാണോ? അല്ലല്ലോ. 4-ാം വാക്യം വായിക്കും. അതാ മോശയുടെ വിശേഷത. ഇവരപ്പുറം ഇരുന്ന് കൂട്ടം കൂടിയപ്പോൾ മോശ ഉടനെ ബാക്കിയുള്ളവരെയും വിളിച്ച് ഇപ്പറ കൂട്ടം കൂടിയില്ല, മോശ കവിണ്ണ് വീണു. അപ്പൊ ചുരുക്കി ഞാനിതെല്ലാം എടുത്ത് വായിപ്പിച്ചത്, ഇവരങ്ങ് പ്രശ്നക്കാരാ. അതുകൊണ്ട് ആവർത്തനത്തിൽ വായിച്ചത്, യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞു പോയെന്ന. സത്യം ചെയ്തതുപോലെ. അങ്ങനല്ലേ നമ്മൾ ആവർത്തനം 2:13-14 വായിച്ചത്. ഞാൻ കാരേശ് പറഞ്ഞ പുറപ്പെട്ടത് മുതൽ സേരേതത്തോട് കിടക്കുമ്പോൾ ഒരു കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ മുടിഞ്ഞുപോയി. അപ്പൊ സത്യം ചെയ്തതുപോലെ മുടിഞ്ഞെന്ന. സത്യം ചെയ്യാൻ കാര്യം അങ്ങ് പൊറുതി മുട്ടി. എവരെ കൊണ്ടങ്ങ് എന്നും പ്രശ്നമാണ്. വല്ലതും കിട്ടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്തെങ്കിലും ഒരു ഇച്ചിരി വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുമോ, മന്നയ്ക്കൽപ്പം ഒരു ഷോർട്ടേജ്, മന്നയ്ക്ക് ഒരു ഷോർട്ടേജും മന്തിലെന്നും കിട്ടുന്നുണ്ട്, കാടയ്ക്ക് അല്പം ഷോർട്ടേജ് വരും, എന്തേലും വന്ന ഉടനെ പ്രശ്നമാണ്. അങ്ങനെ ദൈവം ഇവരെ കൊണ്ടങ്ങ് പൊറുതി മുട്ടേച്ച് തമ്പുരാനങ്ങ് സത്യം ചെയ്തു. വായിച്ചേ 95-ാം സങ്കീർത്തനം 10-ാം വാക്യം. ദൈവം ചെയ്ത സത്യം. 95-ാം സങ്കീർത്തനം 10-ാം വാക്യം. ആ 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും പറഞ്ഞു. ആകയാൽ അവരുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ. അതാ സത്യം. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം. 40 കൊല്ലം, 1-2 കൊല്ലമല്ല, ഒന്നും വഹിക്കാൻ പറ്റുകയില്ല. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ട്, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനം. അപ്പൊ ഇവരുടെ ഹൃദയം അങ്ങനെ തെറ്റിപ്പോകുന്ന. ഈ 95-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ തെറ്റിപ്പോകുന്ന ഹൃദയമെന്ന. അത് നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കുമ്പോൾ തെറ്റിപ്പോയി. എന്നാൽ ഈ വിഷയം പൗലോസ്ലീഹ എടുത്ത് പറയാ തെറ്റിപ്പോകുന്ന ഹൃദയമെന്നില്ല, എപ്പോഴും തെറ്റിപ്പോകുന്നെന്ന്. വല്ലപ്പോഴും വന്ന് തെറ്റുകാന്നെ ചേട്ടന്റെ മോടെ കല്യാണം, വീട്ടുകാരെല്ലാം കൂടെ കൂടി. അപ്പൊ അനിയനെയും കൂടെ വിളിച്ചു, അനിയത്തെയും വിളിച്ചു, എല്ലാവരും കൂടെ കൂടി.
അല്ല, പിള്ളേരെല്ലാവരും കുടുംബക്കാരെല്ലാം കൂടെ കൂടിയപ്പോൾ അവര് വീട്ടിൽ തന്നെ ചെയ്തു. ഏതാ വീട്ടിൽ തന്നെ? ഓ, ഒന്നും അറിയാൻ മേല. വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ അപ്പൊ അനിയൻ പെന്തിക്കോസിലാന്ന് അറിയാമെങ്കിലും എല്ലാവരും കൂടെ കുടുംബക്കാരെല്ലാം കൂടെ സന്തോഷിച്ചപ്പോൾ ഒരല്പം പറ. അപ്പൊ ആദ്യം അനിയൻ പറഞ്ഞു, ഓ വേണ്ടാടാ, ഞാൻ സഭയിലൊക്കെ പോകുന്നു. ഓ, അത് സഭയിൽ പോയി. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് എത്ര നാൾ കൂടിയിരുന്നാ നമ്മളൊന്ന് പിന്നെ കർത്താവും കാനായി വെച്ച് വാറ്റാനുള്ളതിന്റെ കുറുവാക്യമല്ലേ? മാറ്റി കർത്താവ് മാറ്റിയില്ലേ? സ്തോത്രം. ഇനി ആട്ടെ, തെറ്റിപ്പോയി. എപ്പോഴും തെറ്റ് കാണുന്നല്ലോ. തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനത്തിൽ തെറ്റിപ്പോകുന്ന ഹൃദയമെന്ന, അങ്ങനെ ഒന്നുകൂടെ വായിച്ചാ. എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനം എന്നും. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനം, അങ്ങനെ ഇവിടെ. എന്നാൽ പൗലോസ്ലീഹ ഈ വിഷയം എടുത്തു പറഞ്ഞപ്പോൾ തെറ്റിപ്പോകുന്ന ഹൃദയം എന്നല്ല, എപ്പോഴും തെറ്റിപ്പോകുന്നെന്ന്. അങ്ങനെ വായിച്ച എബ്രായ ലേഖനം 3:10, എബ്രായർ 3:10. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും. എപ്പോഴും അങ്ങ് തെറ്റിപ്പോവുക. സ്തോത്രം. എപ്പോഴും അങ്ങനെ തെറ്റുന്നു. സ്തോത്രം. പണ്ട് ഒരാള് കൽപ്പനാലംഘനം നടത്തിയപ്പോൾ നമ്മുടെ ഒരു ആളിനോട് പറഞ്ഞു, ഓ അത് പുള്ളിക്കൊരു അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞു. പുള്ളിക്കൊരു അബദ്ധം. അപ്പൊ നമ്മുടെ ആ ആള് നല്ല മിടുക്കനാ. പുള്ളി പറഞ്ഞു, അതാ നോടാ അബദ്ധം. പിന്നെ ഈ കൽപ്പനാലംഘനത്തിന് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് അവർ തമ്മിലൊരു ധാരണ വന്നു. അബദ്ധം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഈ പായെ തട്ടി ഞാൻ ഉരുണ്ട് വീണത്, അത് അബദ്ധമാണ് അല്ലേ? അത് അബദ്ധം. നിങ്ങൾ യോഗത്തിനിടയിൽ ഇരുന്ന് ഉറങ്ങി, ഞാൻ ഉറങ്ങുന്നതൊക്കെ ഉറങ്ങിയപ്പം തൂങ്ങി വന്നപ്പോൾ അങ്ങ് താഴോട്ട് പോന്നു, അത് അബദ്ധമാണ്. ഞാൻ കണ്ടു, വീടരുതേ, അത് ഞാൻ കണ്ടു, അത് അബദ്ധമാണ്. അല്ല, ഉറക്കം തൂങ്ങി ജോലിയുടെ തിരക്കും ഒക്കെ അബദ്ധം. അതിന് അബദ്ധം എന്ന് പറയാം. ഓർക്കപ്പുറത്ത് കാല് തട്ടി, അതാ അബദ്ധം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൽപ്പനാലംഘനം നടത്തിയാണോ അബദ്ധം? അവൻ അവളെ ഫോൺ ചെയ്ത് രണ്ടുപേരൂടെ സംസാരിച്ച് ഒരു ധാരണ വന്നു. അത് കഴിഞ്ഞ് അവൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം പലതും എല്ലാം ഒതുക്കിയും ക്രമീകരിച്ച് കുളിച്ച് വസ്ത്രമെല്ലാം മാറി വണ്ടി എടുത്ത് കാറെടുത്ത് 34 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് വലിയ സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് രണ്ടുപേരും കൂടെ സമ്മേളിച്ച്, അപ്പൊ ഈ 34 കിലോമീറ്ററുള്ള വണ്ടി ഓടിച്ചപ്പോഴും ഗിയർ മാറിയപ്പോഴും ഈ ഫോൺ ചെയ്തപ്പോഴൊന്നും ദൈവം ഇടപെട്ടില്ലേ? അത് അബദ്ധമല്ല, മനഃപൂർവമാണ്. അത് അബദ്ധമല്ല, മനഃപൂർവം. സ്തോത്രം. ഇത് എപ്പോഴും അങ്ങ് തെറ്റിപ്പോവുക. അബദ്ധത്തിൽ വന്നതല്ല, എപ്പോഴും തെറ്റുക. ഇത് എപ്പോഴും തെറ്റുന്നത് കൊണ്ട് തമ്പുരാൻ ഇവരെ കൊണ്ട് പൊറുതിമുട്ടി. അല്ല, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഓടിച്ചു പറയാം, ഈ സത്യം ദൈവത്തിന് നിറവേറ്റണം. ഇവരെ കൊണ്ട് പൊറുതിമുട്ടി. എന്റെ മെയിൻ വിഷയം, ഇവർക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ലെന്ന്.
വെറുതെ വേഷം കെട്ടി നടക്കുന്നതല്ലാതെ ദൈവമായിട്ട് യാതൊരു ഒരു വിശ്വാസവും ഇല്ല. ഒരു പ്രശ്നക്കാരാ. അപ്പൊ 40 ആണ്ട് ആ തലമുറകൾ നീരസം വന്ന് തമ്പുരാൻ സത്യം ചെയ്തു, ഇവരാരും എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല. കോപത്തിൽ, ക്രോധത്തിൽ ഈ സത്യം നിറവേറ്റാനാ ഈ 38 കൊല്ലം വിട്ട് കറക്കിയത്. ഈ കറക്കിയ 38 കൊല്ലത്തിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും മരുഭൂമിയിൽ പട്ടുപോയി. ആ പട്ടുപോയ സ്ഥലമായിരുന്നു കാദേശ്. കാദേശ് നടുങ്ങിയെന്നില്ലേ നമ്മുടെ കുറുവാക്യം. യഹോവയുടെ ശബ്ദം മരുഭൂമിയിൽ നിൽക്കുന്ന യഹോവ കാദേശ് മരുവിനെ നടുങ്ങാനുള്ളതിന്റെ ഒന്നാമത്തെ കണ്ണ് ഇറങ്ങിത്തിരിച്ച യോദ്ധാക്കളാകുന്ന തലമുറയിൽ സിംഹഭാഗവും പട്ടുപോയ സ്ഥലമാ കാദേശ്. നടുങ്ങിപ്പോയി. സ്തോത്രം. പേടിച്ച് വിറച്ചു പോയി. അത് നടുങ്ങാനുള്ള കാരണം എല്ലാം രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടതാ, അഭിഷേകവും പ്രാപിച്ചതാ, മഞ്ഞയും തിന്നതാ, മേഘത്തിന്റെ കീഴിലായിരുന്നു, അഗ്നിസ്തംഭം കണ്ടതും അനുഭവിച്ചതാ. പക്ഷേ പട്ടുപോയി. പെന്തിക്കോസ് വന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്, നല്ലതാ. പക്ഷെ ഇത് പ്രമാണപ്രകാരം നിൽക്കണം ഇതിനകത്ത്. മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആകാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ഈ ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തെളിയിട്ട കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കരുതെന്ന. അപ്പം അങ്ങനെ യോദ്ധാക്കളാകുന്ന തലമുറ മുഴുവൻ പട്ടുപോയ സ്ഥലമാണ് കാദേശ്. നടുങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ ആത്മാവിനെ പ്രാപിച്ചെന്ന് പറഞ്ഞത് കൊണ്ടോ അനുഭവിച്ചത് കൊണ്ടും മാത്രമായില്ല. വിശ്വസ്തയോടും വിശുദ്ധിയോടും വേർപാടോടും പ്രമാണത്തിൽ നിൽക്കണം. നിന്നില്ലെങ്കിൽ പാട്ടുപോകും. ഒരു കുഞ്ഞുങ്ങൾ പോലും പാട്ടുപോകരുത്. ഈ സഭയിൽ വരുന്നവർ, ഈ കൃപയിൽ വന്ന ആരും നശിച്ചു പോകരുത്. ആരും അങ്ങ് എത്താതിരിക്കരുത്. ഇവിടെ അധികം വലിയ സമ്പത്തോ ചുറ്റുപാടോ ഒന്നും ലഭിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും അങ്ങ് കാണണം. സകല ആൾക്കാർ നിത്യതയെ കാണണം. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേ. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേ. അസമയം പാഴാക്കാതെ ഉണർന്നു കൊള്ളുക. അസമയം പാഴാക്കാതെ ഉണർന്നു കൊള്ളുക. ഓ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. ഓ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കരം പിടിച്ചനുദിന മരുഭൂവിൽ നടത്താമെന്നുരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. എന്റെ കരം പിടി അനുദിനം മരുഭൂവിൽ നടത്താമെന്ന് ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കും.